അസ്സലാമലൈക്കും. എന്താ വർത്താനം മക്കളെ? സുഖല്ലേ നിങ്ങൾക്കൊക്കെ? നമ്മള് സുഖമായിട്ട് ഇരിക്കണോ? അൽഹംദുലില്ലാ. വീഡിയോസ് ഒന്നും വരുന്നില്ല അല്ലേ? അപ്പോൾ എന്താ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് സുഖമല്ലായിട്ടാട്ടോ വീഡിയോസ് ഒന്നും നമ്മൾ വല്ലാതെ ഇടാത്ത. ഉമ്മാക്ക് വയ്യ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കുറയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ലേഹം വിരകൽ കൂടി ആയപ്പോഴേ അപ്പം 7ാമത്തെ അല്ലെ 8ാമത്തെ സ്റ്റെപ്പ് ലേഹം വിരകളുണ്ട്. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തിനില്ലാന്ന് നിങ്ങൾക്കറിയാം. തടി വെക്കാനും നമ്മളെ അസ്ഥിർക്കം കുറയാനും ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ വേണ്ടിയിട്ടുള്ള ലേഹിയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. പിന്നെ കൂടുതൽ ആൾ ചോദിക്കലുണ്ട്. നമ്മൾ അറിയുന്ന ആളുകൾക്ക് നമ്മൾ എന്താ അതിൽ ഉപയോഗിക്കണമെന്ന് അറിയാം. നട്സുകൾ എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന്. എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ തന്ന പൈസക്ക് അതിൻ്റെതായ ക്വാളിറ്റി നമ്മൾ ചെയ്യലുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഇതിൽ ചേർക്കണമെന്നുണ്ട് അല്ലേ? ഇതൊക്കെ കണ്ടോ, നമ്മൾ അണ്ടിപ്പരിപ്പുകളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് കൂടുതലായിട്ട്. അതേപോലെ നമ്മളത് കണ്ടോ, നമ്മളെ മത്തൻ്റെ പംകിന്, അതേപോലെ ബാദാം പരിപ്പ്. ഇത് ഫുള്ള് നട്സാട്ടോ മക്കളെ. ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കണം കേട്ടോ. ഇത് ഫുള്ള് നട്സാണ് കാര്യങ്ങൾ കേട്ടോ. കടല ഇത് കംപ്ലീറ്റ് നട്സാണ്. പിന്നെ വാൽനട്ടൊക്കെ കണ്ടോ, നല്ല കമ്പനീൻ്റെ സാധനം തന്നെയാണ്. നമ്മളിതൊക്കെ അത് തന്നെയാണ് കേട്ടോ. വാൽനട്ട്, പീനട്ട്, അതുപോലെ നമ്മുടെ പിസ്തയൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ലൂസായിട്ടും ഒക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കരുതി. ഇത് ഫുള്ള് കംപ്ലീറ്റ് നട്സുകളാണ് കേട്ടോ. നട്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ലേഹ്യം തയ്യാറാക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ മധുരത്തിന് എന്താ ഉപയോഗിക്കൽ എന്ന് കൂടുതൽ ആൾ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരട്ടം കൂടി പറയാം. നമ്മൾ മധുരത്തിന് കൂടുതൽ ഈത്തപ്പഴമാണ് ഉപയോഗിക്കൽ കേട്ടോ. ഷുഗർ പേഷ്യൻറ്റുകൾ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈത്തപ്പഴം ഉപയോഗിക്കുന്നത്. പിന്നെ മധുരത്തിന് ഇത്തിരി ശർക്കര പാനിയും ഉപയോഗിക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നല്ല നാടൻ നെയ്യിലാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്യും ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. നെയ്യ് കുറേ ആൾ വിളിച്ച് ചോദിച്ചിരുന്നു നാടൻ നെയ്യ്. അപ്പോൾ വന്നിട്ടുണ്ട് നാടൻ നെയ്യ്. നമ്മൾ ലേഹം ഇറക്കുമ്പോഴാണ് നമ്മൾ ആ പരിപാടികളൊക്കെ ചെയ്യൽ കേട്ടോ. ലേഹ്യം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലേഹ്യം കേട്ടോ. 1/2 kg കുപ്പി ഇത്ര ഉണ്ടാവും. 1 kg ഇതിൻ്റെ ഒന്നുകൂടി ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി 2-3 കുപ്പിയും കൂടി ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ ലേഹമൊക്കെ വരകും. ആവശ്യമുള്ളവർ പെട്ടെന്നാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി കേട്ടോ. അപ്പം അമ്മമാർക്കും വേണ്ടി കണ്ട് എല്ലാവരും ദുആ ചെയ്യോണ്ടി. പിന്നെ നമ്മൾ ശതാവരിയൊക്കെ കൂട്ടിട്ടുണ്ട്. നമ്മൾ അസ്ഥിത്വം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയാനും വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെന്താ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, വീഡിയോസ് അതാ വരാത്ത നല്ല അടിപൊളി വീഡിയോസ് വരും. എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ റിതുവിനും ഒഴിവില്ലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, കൂട്ടുകാരികളും. അപ്പോൾ ഓൽക്കൊന്നും അറിയില്ല എന്താ അതിൽ ഉപയോഗിക്കണത്. നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് നട്സ് കേട്ടോ. കംപ്ലീറ്റ് നട്സാണ് ഇത് സാധനങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഫുള്ള് നട്സുകളാണ് കംപ്ലീറ്റ്. നിങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യലുണ്ട്. ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കേണ്ടി തിന്നോലിട്ടോ. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നട്സ് എന്ന് പറയുമ്പോൾ അരച്ച് കൊമ്പളങ്ങ ആക്കിക്കാണ്ടല്ല നമ്മൾ ലേഹ്യം വരകൽ. അത് തിന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് നട്സിൻ്റെ ലേഹ്യമാണ്. അതറിയണം, എന്നാലല്ലേ നട്സ് ലേഹ്യം ഒന്ന് പേരിടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആവശ്യമുള്ളവരും നട്സ് ലേഹ്യം, അതേപോലെ നമ്മളെ നാടൻ നെയ്യ് ആവശ്യമുള്ളവർ വിളിച്ചോളൂ കേട്ടോ. തന്നി നാടൻ നെയ്യ് പറഞ്ഞാൽ തന്നി നാടൻ നെയ്യ് അത്ര ക്വാളിറ്റിയിൽ ഞാൻ പറയണം. നമ്മളെ പ്രൊഡക്റ്റിക്ക് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ള സാധനമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. നിങ്ങൾക്കറിയില്ല, നമ്മളെ പ്രൊഡക്റ്റാണ് നമ്മളെ ലേഹ്യം അല്ലേ? അപ്പോൾ അത്ര പ്രൂഫിലാണ് പറയുന്നത്. അടിപൊളി നെയ്യാണ്. നെയ്യും ആവശ്യമുള്ളവർ പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി. നമ്മളെ ലേഹ്യം ബുക്ക് ചെയ്യണം കേട്ടോ ആവശ്യമുള്ളവർ. പിന്നെ ശനി ഞായർ അപ്പോൾ ആ ഒരു ബുക്കിങ്ങിലൊക്കെ നമ്മൾ തിങ്കളാഴ്ച വിടും കേട്ടോ ലേഹ്യം. അപ്പോൾ ഇത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. നമ്മളെ ഡേമ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ ഉമ്മാക്ക് സുഖമല്ലായിട്ട് പിന്നെ ഈ ഒരു നട്ടോട്ടോ. പിന്നെ നമുക്ക് ബുക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ പിന്നല്ലേ നമ്മളെ എണ്ണയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇന്നലെ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു പൊന്നാര മക്കളെ. അപ്പോൾ അത് കുറച്ചാൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങനെ വല്ലാതെ ആടെയല്ലാന്ന് നിങ്ങൾക്ക് അറിയാലേ. പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ ഒന്ന് കയറി നോക്കുകൊണ്ടിട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ റിതു ഒന്ന് പിൻ ചെയ്ത് വെക്കും നമ്മളെ കമൻറ്റ് ബോക്സിൽ. ഒന്നും എല്ലാവരും കയറി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യേണ്ടി കേട്ടോ. ഇത് നമ്മളെ എണ്ണയാണ്. മുടി കൊഴിച്ചിൽ, താരന്, ഇതിനൊക്കെ അല്ലേ എണ്ണയാണ് കേട്ടോ. മൈഗ്രീൻ്റെ തലവേദന അടിപൊളി എണ്ണയാണ്. ഒരുപാട് കാലമായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്ന കേട്ടോ. പലർക്കും പല തലയാണ്. അപ്പം മൈഗ്രീൻ്റെ തലവേദന മാറും ഉറപ്പ് ഞാൻ പറയില്ല. ഉപയോഗിച്ച് നോക്കി
എല്ലാവരോടും ഞാൻ പറയലുണ്ട് 200 കുപ്പി വാങ്ങി ഉപയോഗിച്ച് നോക്കി, നിങ്ങൾക്ക് മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചാൽ മതി. എന്താ വെച്ചാൽ കെമിക്കൽ ആഡ് ചെയ്യലില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ ഞാൻ പറയണേ 2 വയസ്സായ കുട്ടികൾ മുതൽ ഉപയോഗിച്ച് വരുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും, ചെറിയ കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നതാണ്. പെർഫ്യൂമും ഉപയോഗിക്കലില്ല. അപ്പോൾ എണ്ണ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഇത് 500 കുപ്പിയാണ്. പിന്നെ 200 കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്താ വെച്ചാൽ ഈ നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് നോക്കാൻ അറിയില്ല. പണ്ട് അൽഫാത്തിയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും റേഷൻ കാർഡും ഒന്നും അറിയില്ല പറഞ്ഞ പോലെ ഇന്നലെ റിതു അത് പോസ്റ്റ് ചെയ്തായിരുന്നു നമ്മളെ ലേഖ കേട്ടോ. അപ്പം അതെല്ലാവരും കണ്ടുകള് തോന്നുന്നു. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷങ്ങളെ സപ്പോർട്ട്. അതേപോലെ അവരും തന്നെ ഒരുപാട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനുള്ള തിരക്കാണ്. നാളെ പുതിയ ലേഹ്യം ഉണ്ടാക്കുകയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പോൾ ലേഹ്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ ഷിപ്പ് ചെയ്യുക പുതിയ ലേഹ്യം കേട്ടോ. നാളെ രാത്രി ഉണ്ടാക്കും. ശതാവരി കാര്യങ്ങൾ അങ്ങനത്തെ മരുന്നും കാര്യങ്ങളൊക്കെ അത് നന്നാക്കാനും ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു നന്നാക്കി തരും. കാരണം നമ്മളെ സാഹചര്യം ഇപ്പോൾ വളരെ മോശം. നമുക്ക് തീരെ വയ്യ കേട്ടോ. ഇത്താത്താനെ വിളിച്ചിട്ടുണ്ട്. ഇത്താത്ത രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കണം, ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ അധികം സംസാരിക്കണമൊന്നുമില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, നിങ്ങൾക്ക് അറിയില്ല, പറ്റ ക്ഷീണിച്ചു. അപ്പോൾ ലേഹ്യം പുതുതായി വരകണുണ്ട്. ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടുവന്ന കുറേ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ അത് ആദ്യം എനിക്ക് നിങ്ങളോട് പറയണമല്ലോ, നമ്മൾ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സുകളില്ലേ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല. നിങ്ങൾക്ക് അറിയാം, അമ്മക്ക് സുഖമല്ല, പിന്നെ കുട്ടികൾ. അപ്പോൾ ഇത് ചെയ്ത് വെച്ചാൽ മതി, വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ, അത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സ് വെച്ചാൽ മതി. പ്രൈസ് ഞാൻ പറയാത്തത് എന്താ ചോദിച്ചാൽ കൂടുതൽ ആൾ ചോദിക്കുന്നുണ്ട് എന്താ പൈസ പറയാത്തത്. പൈസ പറയാത്തത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മളത് പബ്ലിക്കായിട്ട് നമ്മളെ റേറ്റുകൾ പറഞ്ഞത് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുത്തും. അതുകൊണ്ടാണ്. അപ്പം ചോദിച്ചോളി, നമ്മൾ കമൻറ്റ് ബോക്സിലോ അല്ല വാട്സപ്പിലൂടെ കറക്റ്റ് പറഞ്ഞുതരും കേട്ടോ. നമ്മൾ ഷിപ്പ് ചെയ്യലാണ്, കൊറിയർ ചെയ്യും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. 1, 2, 3 ദിവസം കൊണ്ട്. DTDC, സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ, ഗൂഗിളോ ആ 2 വഴി കൂടെ ആയിരിക്കും നമ്മൾ വിടുക. അപ്പോൾ അവിടെ എത്തിയിട്ട് എല്ലാവരും അവിടെ പോയി കണ്ട് കളക്ട് ചെയ്യണം. പിന്നെ വിളിക്കണം, കിട്ടിയാലും മെസ്സേജും തരണം. പിന്നെ 2-3 പ്രൊഡക്റ്റ് ഈ ഒരു നട്സിൻ്റെ പൊടി നമ്മൾ കൊടുക്കലുണ്ടല്ലേ. അപ്പോൾ അവരത് ഇതുവരെ കൊടുത്തിട്ടില്ല. അവർ ആലുവല്ല ആളുകളാട്ടോ. അവർ നമ്പർ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ട് അതുവരെ അവരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഈ വീഡിയോസ് കാണേണ്ടി ഒന്നും കോണ്ടാക്ട് ചെയ്യണ്ടേ. അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആലുവയില്ല ആളുകളാട്ടോ. നട്സ് പൗഡർ നമ്മൾ കൊടുക്കലുണ്ട്. അതും 6 മാസം മുതൽച്ച് ഉപയോഗിച്ച് വരുന്നതാണ്. 6 മാസമായ കുട്ടികളെ മുതൽച്ച് ഉപയോഗിക്കണതാണ്. ഗർഭിണികളൊക്കെ ഇത്തിരി പാലിലൊക്കെ കലക്കി കുടിച്ചാൽ നല്ല ഉന്മേഷം, എനർജിയൊക്കെ കിട്ടും. കൂടുതലായിട്ട് പെൺകുട്ടികളാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങൽ. ഓരോ അസ്ഥിർക്കൊക്കെ മാറി എന്ന് പറയാൻ. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് റിവ്യൂ എന്താ നിങ്ങൾ പുറത്ത് വിടാത്തത്. അത് ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മൾ സാധാരണക്കാരിയായ ഒരു മനുഷ്യത്തെയാണ് ഞാൻ. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ അസ്ഥിർക്കം കുറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് മടിയുണ്ട്. കാരണം അതൊക്കെ അവരെ സ്വകാര്യതയല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ ഓരോരുത്തർ കഴിക്കണോ മാറ്റമുണ്ട് പറയണമൊക്കെ. പിന്നെ എല്ലാവർക്കും ഇപ്പം നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. പല ശരീരങ്ങളാണ്. എന്തായാലും ഒരു ഹെൽത്തി പ്രൊഡക്റ്റാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. അപ്പോൾ നമ്മൾ കാണിച്ചു തരരുത്. അപ്പം പുതിയതായിട്ട് നാളെ ഉണ്ടാക്കുന്നുണ്ട്, പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നവരൊക്കെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അറിയാത്ത നമുക്ക് സുഖമായിട്ട് ബേബികളൊക്കെ കരയിൽ തുടങ്ങിയാണ്. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരുന്നു. പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. അസ്സലാമു അലൈക്കും.